എല്ലാവർക്കും നമസ്കാരം. പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ നമ്മൾ 10ാം ക്ലാസ്സിലെ ജോഗ്രഫിയുടെ ഫസ്റ്റ് ചാപ്റ്ററായ വെതർ ആൻഡ് ക്ലൈമറ്റ് ആണ് പറഞ്ഞുകൊണ്ടിരുന്നത്. അപ്പോൾ ഇന്നലെ ഞാനൊരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു, നിങ്ങൾ കണ്ടു കാണുമെന്ന് പ്രതീക്ഷിക്കുന്നു. അതിൽ പറഞ്ഞ 2 കാര്യങ്ങൾ വേഗത്തിൽ പറഞ്ഞതും പിന്നെ എന്തോ ഒരു ഡിസ്ട്രാക്ഷൻ വന്നപ്പോൾ മൈൻഡ് മാറിപ്പോയിൻ്റെ ഒരു ഇതാണ്. അപ്പോൾ അതിനി അങ്ങനെയുള്ള തെറ്റുകൾ വരാതിരിക്കാനായിട്ട് മാക്സിമം ശ്രദ്ധിക്കാം. അങ്ങനെ എന്തെങ്കിലും ഇതുണ്ടെങ്കിൽ നിങ്ങൾ ചൂണ്ടിക്കാണിക്കണമെന്ന് ഞാൻ അഭിപ്രായപ്പെടുകയാണ്. അപ്പോൾ അതിൽ ഇന്നലെ നമ്മൾ പറഞ്ഞു, ഗ്രീൻ ഹൗസ് ഗ്യാസസിൻ്റെ കേസിൽ നൈട്രസ് ഓക്സൈഡാണ് അവിടെ വരുന്നത്. ഞാൻ പക്ഷേ നൈട്രജൻ എന്ന് പറഞ്ഞു. അപ്പോൾ നിങ്ങളുടെ മനസ്സിലേക്ക് അത് കൊണ്ടുവരാൻ നൈട്രജൻ അല്ല അവിടെ വരേണ്ടത്, നൈട്രസ് ഓക്സൈഡാണ്. ഞാൻ പിന്നെ അതിൽ കമൻറ്റിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട് മെസ്സേജായിട്ട്. അത് നിങ്ങൾ ശ്രദ്ധിക്കുമെന്ന് എനിക്കറിയത്തില്ല. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ ഈ അടുത്ത വീഡിയോയിൽ പറയാമെന്ന് വിചാരിച്ചത്. അതോടൊപ്പം തന്നെ വേറൊരു കാര്യവും കൂടി അതിൽ വരുന്നുണ്ട്. അതിൽ നമ്മൾ പിന്നെ ജലത്തിൻ്റെ ഖരാങ്കം, അതായത് ജലം ഐസാകുന്നത് എത്ര ഡിഗ്രി സെൽഷ്യസ് എന്ന് പറയുന്നത് 0 ഡിഗ്രി സെൽഷ്യസ് ആണ്. പിന്നെ തിളനിലയാണ്, ജലത്തിൻ്റെ തിളനിലയാണ് 100 ഡിഗ്രി സെൽഷ്യസ് എന്ന് പറയുന്നത്. അതും നിങ്ങളുടെ മനസ്സിലേക്ക് ആ രീതിയിൽ പതിയട്ടെ. അവിടെ പറഞ്ഞപ്പോൾ ഞാനത് 0 ഡിഗ്രിക്ക് പകരം 100 ഡിഗ്രി ആയിട്ടാണ് പറഞ്ഞത്. അതെന്തോ ഒരു ഡിസ്ട്രാക്ഷൻ വന്നതിൻ്റെ അനന്തരഫലമാണ്. അപ്പോൾ ഇനി ക്ലാസ് എടുക്കുമ്പോൾ വളരെ ശ്രദ്ധയോടുകൂടി കാര്യങ്ങൾ പറയാമെന്ന് ഞാൻ ഉറപ്പ് തരികയാണ്. അപ്പം നമ്മൾ ഇന്നലെ എവിടം വരെയൊക്കെ പറഞ്ഞു, നമ്മൾ എന്തൊക്കെയാണ് താപനിലയെ സ്വാധീനിക്കുന്ന ഘടകങ്ങളെന്ന് പറഞ്ഞ് കുറച്ച് കാര്യങ്ങളൊക്കെ പറഞ്ഞു. പരീക്ഷയ്ക്ക് ഉറപ്പായിട്ടും ചോദിക്കുന്ന പാർട്ടാണത്. അപ്പോൾ അത് മെയിനായിട്ട് അതിൻ്റെ ഹെഡിങ് പഠിക്കുക, പിന്നെ അതിൻ്റെ താഴത്തുള്ള കാര്യങ്ങൾ കറക്റ്റായിട്ട് മനസ്സിലാക്കി അതെങ്ങനെയാണ് താപനിലയെ സ്വാധീനിക്കുന്നതെന്ന കാര്യം മനസ്സിലാക്കി വെക്കുക. ഇനി നമുക്ക് പറയേണ്ടത് പേജ് നമ്പർ 16 ഞാൻ നിങ്ങൾക്ക് പേജ് നമ്പർ പറഞ്ഞു തരാം. അപ്പം നിങ്ങൾ ആ സമയത്ത് പേജ് നമ്പർ എടുത്ത് വെച്ചിട്ട് അതിലൂടെ വായിച്ച് ഞാൻ വായിക്കുമ്പോൾ നിങ്ങൾ ശ്രദ്ധിച്ചങ്ങ് പോവുക. അപ്പം നമുക്ക് പിന്നെ കുറച്ച് കാര്യങ്ങൾ നല്ല രീതിയിൽ മനസ്സിലാക്കാനായിട്ട് സാധിക്കുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുകയാണ്. അപ്പം നമുക്ക് ഇനി നോക്കേണ്ടത് ബാരോമീറ്റർ എന്ന് പറഞ്ഞിട്ട് ഒരു ബോക്സ് ഇവിടെ കൊടുത്തിട്ടുണ്ട്. അത് നോക്കാം. ബാരോമീറ്റർ is the instrument used to measure atmospheric pressure. Barometer are of different types such as mercury barometer and aneroid barometer. In mercury barometer, the average pressure on the earth's surface is recorded as 76 centimeter. Atmospheric pressure is usually recorded in units millibars or hectopascal. The average atmospheric pressure experienced on the earth's surface is estimated as 1013.2 MB millibar or hectopascal HPA. അത് ഇമ്പോർട്ടൻ്റ് ആണ്, പരീക്ഷയ്ക്ക് ചോദിക്കും. എന്തിനാണ് ഈ ബാരോമീറ്റർ നമ്മൾ ഉപയോഗിക്കുന്നത്? അന്തരീക്ഷ മർദ്ദം അളക്കുന്നതിന് വേണ്ടിയിട്ടാണ് ബാരോമീറ്റർ ഉപയോഗിക്കുന്നത്. അപ്പോൾ അതിൽ തന്നെ 2 തരം ബാരോമീറ്റർ ഉണ്ട്. അനറോയിഡ് ബാരോമീറ്ററും മെർക്കുറി ബാരോമീറ്ററും അനറോയിഡ് ബാരോമീറ്ററും 2 തരമുണ്ട്. അപ്പോൾ ഈ മെർക്കുറി ബാരോമീറ്ററിൽ ഭൗമോപരിതലത്തിലെ ശരാശരി മർദ്ദം 76 സെൻറ്റിമീറ്ററായിട്ട് രേഖപ്പെടുത്തുന്നു എന്നും പറഞ്ഞു വെച്ചിരിക്കുന്നു. ഇനി അന്തരീക്ഷ മർദ്ദം രേഖപ്പെടുത്തുന്നത് സാധാരണ എന്ത് ഏകകത്തിലാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മളവിടെ പറയേണ്ടത് മില്ലിബാർ അല്ലെങ്കിൽ ഹെക്ടോ പാസ്കൽ, ആ ഒരു ഏകകത്തിൽ ആ ഒരു യൂണിറ്റ്സിലാണ് നമ്മൾ അന്തരീക്ഷ മർദ്ദം രേഖപ്പെടുത്തുന്നത്. അപ്പം പിന്നെ പറഞ്ഞിരിക്കുന്നത് ശരാശരി ഭൗമോപരിതലത്തിലെ മർദ്ദം എത്രയാണെന്ന് ചോദിച്ചാൽ, ശരാശരി മർദ്ദം എത്രയാണെന്ന് ചോദിച്ചാൽ 10-13.2 മില്ലിബാർ അല്ലെങ്കിൽ ഹെക്ടോ പാസ്കൽ എന്നാണ് പറയുന്നത്. പരീക്ഷയ്ക്ക് ചോദിക്കും മർദ്ദം അളക്കുന്നതിനുള്ള ഏകകം, അതിൻ്റെ യൂണിറ്റ്സ് ഏതാണെന്ന് ചോദിക്കും, മില്ലിബാർ ഓർ ഹെക്ടോ പാസ്കൽ. അതുപോലെ തന്നെ ഭൗമോപരിതലത്തിലെ ശരാശരി മർദ്ദം എത്രയാണെന്ന് ചോദിക്കും, അത് 10-13.2 MB ഓർ ഹെക്ടോ പാസ്കൽ എന്ന് മനസ്സിലാക്കി വെക്കുക. അടുത്ത വരുന്ന അറ്റ്മോസ്ഫറിക് പ്രഷർ ആൻഡ് വിൻസ് ആണ്. ലൈക്ക് എനി അതർ മാറ്റർ, എയർ ആൾസോ ഹാസ് വെയ്റ്റ്. The weight exerted by the atmospheric air over the Earth's surface is termed as atmospheric pressure. Following are the factors affecting atmospheric pressure: temperature, altitude, humidity.
അപ്പം നമുക്കറിയാം മറ്റെല്ലാ വസ്തുക്കളെ പോലെ തന്നെ വായുവിനും ഭാരമുണ്ട്. നമ്മളൊരു ബലൂൺ എടുത്ത് വീർപ്പിക്കുന്നു. അപ്പോൾ അതിലെന്താ വായു നിറയല്ലേ? അപ്പോൾ അതിനെന്താണ് അതിൻ്റേതായിട്ടുള്ള വായുവിന് മറ്റുള്ള ദ്രാവക വസ്തുക്കളെ അപേക്ഷിച്ചിട്ട് ഭാരം കുറവാണെങ്കിലും പക്ഷേ അതിന് അതിൻ്റേതായിട്ടുള്ള ഭാരം ഉണ്ടെന്ന് മനസ്സിലാക്കി വെക്കുക. നമ്മളിപ്പം വയ്യാതെ കിടക്കുന്നവർക്കൊക്കെ ഈ എയർ ബെഡൊക്കെ ഉപയോഗിക്കുമല്ലോ. അപ്പോൾ അത് എയർ ബെഡ് ആ ബെഡിൽ എയർ നിറച്ച് കഴിയുമ്പോൾ അതിനൊരു വെയിറ്റ് ഉണ്ട്. അപ്പോൾ നമുക്കതങ്ങനെ മനസ്സിലാക്കാം. അപ്പോൾ ഇതിന് വായുവിന് ഭാരം ഉണ്ടെന്നപ്പോൾ മനസ്സിലാക്കി വെച്ചോളുക. അപ്പോൾ അന്തരീക്ഷ വായു ഭൗമോപരിതലത്തിൽ ചെലുത്തുന്ന ഭാരമാണ് അന്തരീക്ഷ മർദ്ദം എന്ന് പറയുന്നത്. അപ്പോൾ അത് നോട്ട് ചെയ്ത് വെക്കുക. എന്താണ് അന്തരീക്ഷ മർദ്ദം? ദ വെയിറ്റ് എക്സർട്ടഡ് ബൈ ദ അറ്റ്മോസ്ഫിയറിക് എയർ ഓവർ ദ എർത്ത് സർഫസ് ഈസ് ടൈംഡ് ആസ് അറ്റ്മോസ്ഫിയറിക് പ്രഷർ. അതായത് അന്തരീക്ഷ വായു ഭൗമോപരിതലത്തിൽ ചെലുത്തുന്ന ഭാരമാണ് അന്തരീക്ഷ മർദ്ദം എന്ന് പറയുന്നത്. ഇനി എന്തൊക്കെ ഘടകങ്ങളാണ് ഈ അന്തരീക്ഷ മർദ്ദത്തെ സ്വാധീനിക്കുന്നത്? അതെന്തൊക്കെയാണ്? താപനിലയുണ്ട്, സമുദ്രനിരപ്പിൽ നിന്നുള്ള ഉയരം ആൾട്ടിറ്റ്യൂഡ്, പിന്നെന്താണ് അന്തരീക്ഷ വായുവിലെ ജലാംശത്തിൻ്റെ അളവ്. ഇതെല്ലാം എന്തിനെ സ്വാധീനിക്കുന്നതാണ്? അന്തരീക്ഷ മർദ്ദത്തെ സ്വാധീനിക്കുന്നതാണെന്ന് മനസ്സിലാക്കി വെക്കുക. അതിനുശേഷം നമ്മൾ തൊട്ടടുത്ത 17ാമത്തെ പേജിൽ നോക്കുമ്പോൾ ലെറ്റ് us examine how these factors influence atmospheric pressure. നമുക്ക് നോക്കാം ഇനി ഇതൊക്കെ എങ്ങനെയാണ് സ്വാധീനിക്കുന്നതെന്ന് നോക്കാം. Atmospheric air expands on getting heated and rises up. Thus, low pressure regions are formed. This rising air gradually cools, contract and subsides to form high pressure regions. As the density of atmospheric gases decreases with the increase in altitude, atmospheric pressure gradually decreases. The vertical variation of atmospheric pressure is at the rate of about 1 millibar per 10 meters. അപ്പോൾ അത്രയും കാര്യം നമുക്ക് നോക്കാം. എങ്ങനെയാണ് ഈ ഫാക്ടേഴ്സ് അറ്റ്മോസ്ഫിയറിക് പ്രഷർ നമ്മൾ പറഞ്ഞു? അന്തരീക്ഷ താപനില, സമുദ്രനിരപ്പിൽ നിന്നുള്ള ഉയരം, അന്തരീക്ഷത്തിലെ വായുവിലെ ജലാംശത്തിൻ്റെ അളവ്, ഇതെല്ലാം അന്തരീക്ഷ മർദ്ദത്തെ സ്വാധീനിക്കുന്ന ഘടകങ്ങളാണ്. അതിലാദ്യം പറഞ്ഞിരിക്കുന്നത് നമുക്കറിയാം, സൂര്യൻ്റെ ചൂടേറ്റ് ഒരു പ്രദേശത്തെ വായു ചൂടുപിടിച്ച് വികസിക്കുന്നു. അപ്പോൾ ഭാരം കുറയുമ്പോഴാണ് അത് ഉയർന്ന് മുകളിലോട്ട് പോകുന്നത്. ചൂട് പിടിച്ച് വികസിച്ച് ഭാരം കുറഞ്ഞ് നേരെ മുകൾപോട്ട് ഉയരുന്നു. അപ്പോൾ അവിടെ വായുവില്ല. അപ്പോൾ അവിടെ എന്താണ്? ഒരു ന്യൂനമർദ്ദ മേഖല, ലോ പ്രഷർ ഏരിയ ക്രിയേറ്റ് ചെയ്യപ്പെടുന്നു. ഈ പോകുന്ന വായു എന്ത് ചെയ്യും? മുകളിൽ ചെന്നിട്ട് ക്രമേണ അതിൻ്റെ ചൂടൊക്കെ പോയി അത് തണുത്ത് അതെന്ത് ചെയ്യും? താഴ്ന്നിറങ്ങുകയും ചെയ്യും. താഴ്ന്നിറങ്ങുന്ന പ്രദേശങ്ങളിൽ ഉച്ചമർദ്ദം, ഹൈ പ്രഷർ രൂപം കൊള്ളുകയും ചെയ്യും. അപ്പോൾ അതൊന്ന് മനസ്സിലാക്കി വെക്കുക. അപ്പം അറ്റ്മോസ്ഫിയറിക് എയർ, അതായത് അന്തരീക്ഷ വായു ചൂടുപിടിച്ച് വികസിക്കുകയും ഭാരം കുറഞ്ഞ് ഉയരുകയും ചെയ്യുന്നു. അപ്പോൾ അത്തരത്തിൽ എന്താണ്? ന്യൂനമർദ്ദ മേഖലകൾ, അപ്പം മർദ്ദം കുറവാണ്, അവിടെ മർദ്ദം കുറവാണ്, ന്യൂനമർദ്ദം മേഖലകൾ രൂപം കൊള്ളുന്നു. അപ്പം ഭാരം ചൂടുപിടിച്ച് ഉയരുന്ന വായുവിൽ എന്താണ്? മർദ്ദം കുറവായിരിക്കും. തണുപ്പ് ഉള്ള വായുവിൽ, അതായത് തണുത്തുറഞ്ഞ വായുവിനാണ് മർദ്ദം കൂടുതലെന്ന് മനസ്സിലാക്കി വെക്കുക. അതിനുശേഷം രണ്ടാമത്തെ എന്താ പറഞ്ഞു വെച്ചിരിക്കുന്നത്? രണ്ടാമത്തെ പോയിൻ്റ് ഏകദേശം എന്താണ്? സമുദ്രനിരപ്പിൽ നിന്നും പിന്നെ പറഞ്ഞിരിക്കുന്നത് എന്താണ്? സമുദ്രനിരപ്പിൽ ആസ് ദ ഡെൻസിറ്റി ഓഫ് അറ്റ്മോസ്ഫിയറിക് ഗ്യാസ് ഡിക്രീസസ് വിത്ത് ഇൻക്രീസ് ഇൻ ആൾട്ടിറ്റ്യൂഡ്. സമുദ്രനിരപ്പിൽ നിന്നും ഉയരം തോറും വാതകങ്ങളുടെ സാന്ദ്രത കുറയുന്നതിനാൽ അന്തരീക്ഷ മർദ്ദം ക്രമേണ കുറഞ്ഞു വരുന്നു. സാന്ദ്രത, ഡെൻസിറ്റി, ഭാരം എന്ന് പറയാം. നമുക്കറിയാം മുകളിലോട്ട് പോകുന്തോറും വാതകങ്ങളുടെ അളവ് കുറയുന്നുണ്ട്, അതുപോലെ തന്നെ അതിൻ്റെ ഭാരവും കുറയുന്നുണ്ട്. അപ്പോൾ ഭാരം കൂടുതൽ എവിടെയാണ്? അന്തരീക്ഷവാതകങ്ങളുടെ ഭൗമ ഉപരിതലത്തോട് ചേർന്നാണ്. അവിടെ മർദ്ദം കൂടുതലായിരിക്കും. ഉയരം കൂടുന്തോറും വാതകങ്ങളുടെ ഡെൻസിറ്റി കുറയുന്നു, ഭാരം കുറയുന്നു. അതിനാൽ അന്തരീക്ഷ മർദ്ദം മുകളിലേക്ക് പോകുന്തോറും ക്രമേണ കുറഞ്ഞു വരുന്നു എന്ന് മനസ്സിലാക്കി വെക്കുക. അതെങ്ങനെയാണ് കുറയുന്നതിൻ്റെ അളവെന്ന് ചോദിച്ചാൽ ഓരോ 10 മീറ്ററിനും എന്താണ്? ഏകദേശം 1 മില്ലി ബാർ എന്ന തോതിലാണ് ലംബതലത്തിൽ നമ്മൾ നേരെ ഒരു 10 മീറ്റർ അളക്കുന്നു. അവിടെ 1 മില്ലി ബാർ വെച്ചിട്ട് എന്ത് കുറയുന്നു? അന്തരീക്ഷ മർദ്ദം കുറയുന്നു എന്ന് മനസ്സിലാക്കി വെക്കുക. നമ്മളപ്പോൾ അവിടെ പറഞ്ഞിട്ടുണ്ട് വൈ ഡു വി ഫീൽ ഡിസ്കംഫോർട്ട് ലൈക്ക് ക്ലോഗിങ് ഓഫ് ഇയേഴ്സ് വൈൽ ട്രാവലിംഗ് ടു ഹയർ എലിവേഷൻസ്. ഉയർന്ന പ്രദേശങ്ങളിലേക്കൊക്കെ നമ്മൾ പോകുമ്പോൾ ചെവിയടപ്പ് പോലുള്ള അസ്വസ്ഥതകൾ നമുക്ക് അനുഭവപ്പെടുമല്ലോ. അതിൻ്റെ കാര്യം എന്താണ്? അവിടെ
മർദ്ദം കുറവാണ്, വായുവിന് മർദ്ദം കുറവാണ്. ഉയരം കൂടുന്തോറും എന്താണ്, വാതകങ്ങളുടെ ഡെൻസിറ്റി കുറവാണ്. നമ്മളിപ്പോൾ പറഞ്ഞില്ലേ, വായുവിൻ്റെ അളവും കുറവാണ്, അതിൻ്റെ ഭാരവും കുറവാണ്. അപ്പോൾ അവിടെ എന്താണ്, സ്വാഭാവികമായിട്ട് മർദ്ദം കുറവാണ്. അതുകൊണ്ടാണ് നമുക്ക് എന്താണ് കാതടപ്പൊക്കെ ഉണ്ടാകുന്നതെന്ന് മനസ്സിലാക്കി വെക്കുക. As the humidity increases, the water molecules displaces the heavier gases in the atmosphere like nitrogen and oxygen. The atmospheric pressure becomes low as humid air is lighter than dry air. ഇപ്പം നമുക്കറിയാം, നമ്മൾ വെള്ളം അടുപ്പിൽ വെച്ചിട്ട് ഒരു പാത്രത്തിൽ വെള്ളം എടുത്തിട്ട് ചൂടാക്കി അത് വരുമല്ലോ. വരുമ്പോൾ നമ്മൾ പിന്നെ ശ്രദ്ധിക്കുകയാണെങ്കിൽ ആവി പോലെ ഇങ്ങനെ നീരാവി പോകുന്നത് നമുക്ക് കാണാൻ സാധിക്കും അല്ലേ. അപ്പം ഇവിടെയും പറയുന്നത് ജലാംശത്തിൻ്റെ വായുവിലെ ജലാംശത്തിൻ്റെ അളവിനെയാണ് നമ്മൾ ആർദ്രത എന്ന് പറയുന്നത്. അപ്പോൾ ഈ ജലാംശം എങ്ങനെയാണ് അന്തരീക്ഷത്തിലേക്ക് എത്തുന്നതെന്ന് വെച്ചാൽ, സൂര്യൻ്റെ ചൂട് കൊണ്ട് ജലാശയങ്ങളിലെ ഉപരിതലത്തിലെ വെള്ളം ചൂടുപിടിച്ചതങ്ങനെ എന്താണ് ജലാംശം അങ്ങനെയാണ് ക്രിയേറ്റ് ചെയ്യപ്പെടുന്നത്. അപ്പം വായുവിലെ ജലാംശം കൂടുമ്പോൾ നൈട്രജൻ, ഓക്സിജൻ തുടങ്ങിയ ഭാരം കൂടിയ വാതകങ്ങളുടെ സ്ഥാനത്ത് ജലതന്മാത്രകൾ ഇടം പിടിക്കുന്നു. ജലതന്മാത്രകൾക്ക് ഭാരം കുറവായതിനാൽ വരണ്ട വായുവിനെ അപേക്ഷിച്ച ആർദ്രവായുവിൽ അന്തരീക്ഷമർദ്ദം കുറവായിരിക്കും. അപ്പം നിങ്ങൾ അവിടെ നിന്ന് മനസ്സിലാക്കേണ്ട കാര്യം, ഈ ആർദ്രവായു, ഹ്യൂമിഡിറ്റി ഉള്ള വായുവിൽ അന്തരീക്ഷമർദ്ദം കൂടുതലായിരിക്കുമോ കുറവായിരിക്കുമോ? അന്തരീക്ഷമർദ്ദം കുറവായിരിക്കും. അതായത് ജലബാഷ്പം ഇല്ലാത്ത വായുവിൽ അന്തരീക്ഷമർദ്ദം കൂടുതലായിരിക്കും. കേട്ടല്ലോ. അതുപോലെ തന്നെ അന്തരീക്ഷമർദ്ദം കൂടുതലായിരിക്കുന്നത് ഏതൊരു കേസിലായിരിക്കും? പിന്നെ ഭൗമോപരിതലത്തോട് ചേർന്ന് നിൽക്കുന്ന വായുവിനായിരിക്കും അന്തരീക്ഷമർദ്ദം കൂടുതൽ. അതായത് സമുദ്രനിരപ്പിൽ നിന്നും ഉയരം കൂടുന്തോറും മർദ്ദം കുറഞ്ഞു വരുന്നു. അത് വേറൊരു പോയിൻ്റ്. പിന്നെ ആദ്യം പറഞ്ഞ എന്തായിരുന്നു, നമുക്ക് ചൂട് പിടിച്ച് മേൽപോട്ട് വരുന്നു. അപ്പം മേൽപോട്ട് അന്തരീക്ഷമർദ്ദം ആ ഒരു വായുവിനെ സംബന്ധിച്ച് എന്താണ്, അന്തരീക്ഷമർദ്ദം കുറവാണ്, അത് മേൽപോട്ട് വരുന്നു. അത് പോയി തണുത്ത് താഴത്തോട്ട് വരുമ്പോൾ അതിന് മർദ്ദം കൂടുന്നു. ആ ഒരു കാര്യമാണ് പറഞ്ഞു വെച്ചത്. അപ്പോൾ ഇവിടെ മനസ്സിലാക്കേണ്ട കാര്യം എന്ന് പറഞ്ഞാൽ, ഇവിടെ ജലാംശവുമായിട്ട് ബന്ധപ്പെട്ട് നമ്മൾ പറഞ്ഞു, ഇങ്ങനെ നീരാവി ഉണ്ടാക്കപ്പെടുമ്പോൾ താഴ്ന്ന വിതാനങ്ങളിലെ നൈട്രജനും അതുപോലെ തന്നെ ഓക്സിജനും ഒക്കെ അത് ഭാരം കൂടിയ വാതകങ്ങളാണ്. അപ്പോൾ അവർ നിലകൊള്ളുന്നു. അങ്ങോട്ടാണ് ആരിടിച്ച് കയറി ചെല്ലുന്നത്? ഈ ജലതന്മാത്രകൾ ഇടിച്ച് കയറി ചെല്ലുന്നതെന്ന് മനസ്സിലാക്കി വെക്കുക. ആ ജലതന്മാത്രകളുള്ള വായുവിൽ അന്തരീക്ഷമർദ്ദം കൂടുതലായിരിക്കുമോ കുറവായിരിക്കും എന്ന കാര്യവും മനസ്സിലാക്കി വെച്ചോളുക. ഇനി വേറൊരു കാര്യം ഇവിടെ ചോദിച്ചിട്ടുണ്ട്. കോസ്റ്റൽ റീജിയൻ എക്സ്പീരിയൻസ് കമ്പാരിറ്റീവ്ലി ലോവർ അറ്റ്മോസ്ഫിയർ ദാൻ ഇൻറ്റീരിയർ ലൊക്കേഷൻസ്. വൈ? ഉൾപ്രദേശങ്ങളെ അപേക്ഷിച്ച് തീരപ്രദേശങ്ങളിൽ അന്തരീക്ഷമർദ്ദം കുറവായിരിക്കും. കാരണം എന്താണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. തീരപ്രദേശങ്ങളിൽ ജലത്തിൻ്റെ സാന്നിധ്യം ഉണ്ടാകും, അതായത് അന്തരീക്ഷത്തിൽ ജലത്തിൻ്റെ സാന്നിധ്യം ഉണ്ടാകും, അതായത് ഈ വാട്ടർ വേപ്പേഴ്സ് ക്രിയേറ്റ് ചെയ്യപ്പെടുന്നുണ്ട്. അപ്പോൾ അങ്ങനെ വരുമ്പോൾ എന്താണ്, അപ്പോൾ ജലാശയം ഉള്ളിടത്താണെങ്കിൽ അന്തരീക്ഷമർദ്ദം കുറവായിരിക്കും. കാരണം സൂര്യൻ്റെ ചൂടേറ്റ് ഈ ജലാശയങ്ങളിലെ വെള്ളം എങ്ങോട്ട് വരുന്നു, അവിടുത്തെ വായുവിലേക്ക് വരുന്നു. അപ്പോൾ ആ വായുവിൽ എന്താണ്, അന്തരീക്ഷ മർദ്ദം കുറയ്ക്കാനായിട്ട് ഈ ഹ്യൂമിഡിറ്റി സഹായിക്കുന്നു എന്ന് മനസ്സിലാക്കി വെക്കുക. ദ എയർ മൂവ്മെൻറ്റ് റൈസ് ഫ്രം ലൈറ്റ് ബ്രീസസ് ടു വയലൻറ്റ് ഗെയിൽസ് are the results of variation in atmospheric pressure. Thus, through analysis regarding the spatial distribution of atmospheric pressure is essential for meteorological purposes. Smooth curved lines are drawn on maps to connect places having equal atmospheric pressure. These imaginary lines are called isobars. അപ്പോൾ അവിടെ നമുക്ക് വേണ്ടത് ഐസോബാർസ് എന്ന് അടയാളപ്പെടുത്തി വയ്ക്കുക. ഐസോബാർസ് എന്ന് പറയുന്നത് എന്താണ്? That is an imaginary lines that connect the places having equal atmospheric pressure. തുല്യമായിട്ടുള്ള അളവിൽ, സമമായിട്ടുള്ള അളവിൽ അന്തരീക്ഷ മർദ്ദമുള്ള സ്ഥലങ്ങളെ തമ്മിൽ യോജിപ്പിച്ച് വരക്കുന്ന സാങ്കല്പിക രേഖകൾക്കാണ് നമ്മൾ ഐസോബാർസ് എന്ന് പറയുന്നത്. അതൊന്ന് നോട്ട് ചെയ്ത് വയ്ക്കുക. നമുക്കറിയാമല്ലോ, ഇളം കാറ്റുകൾ മുതൽ, ചെറിയ കാറ്റുകൾ മുതൽ അല്ലേ, വിനാശകാരികളായ കൊടുങ്കാറ്റുകൾ വരെയൊക്കെ നമുക്ക് അന്തരീക്ഷത്തിലെ ഈ മർദ്ദവ്യതിയാനങ്ങൾക്ക് അനുസരിച്ചിട്ടാണ് വരുന്നതെന്ന് മനസ്സിലാക്കി വെക്കുക. ഓരോ പ്രദേശത്തെയും മർദ്ദവ്യത്യാസം ആ പ്രദേശത്ത് കിട്ടുന്ന സൗരോർജ്ജത്തിൻ്റെ ലഭ്യതയ്ക്ക് അനുസരിച്ചിട്ട് വ്യത്യാസപ്പെട്ടിരിക്കുന്നുവെന്നും മനസ്സിലാക്കി വെക്കുക. അതിനെയൊക്കെ പറ്റിയിട്ട് കൂടുതൽ കാര്യങ്ങൾ നമ്മൾ ഇനി പറയാൻ പോകുന്നതേ ഉള്ളൂ. പിന്നെ തൊട്ടടുത്ത പേജിൽ 18ാമത്തെ പേജിൽ പിന്നെ നിങ്ങൾക്കൊരു മാപ്പ് കാണാൻ സാധിക്കുന്നുണ്ട്. മാപ്പ് ഷോവിങ് ദ വേൾഡ് ഡിസ്ട്രിബ്യൂഷൻ ഓഫ് അറ്റ്മോസ്ഫിയറിക് പ്രഷർ യൂസിങ് ഐസോബാർസ്. ഐസോബാർസ് വെച്ചിട്ട് നമ്മളിപ്പോൾ പറഞ്ഞ സമമർദ്ദ
രേഖ വെച്ചിട്ട് ഒരു ഭൂപടമാണ് കൊടുത്തിരിക്കുന്നത്. അതിൽ എച്ച് എൽ എന്നൊക്കെ പറഞ്ഞ് കൊടുത്തിട്ടുണ്ട്. എച്ച് എന്ന് പറഞ്ഞാൽ ഹൈ പ്രഷറാണ്, ഉച്ചമർദ്ദവും. എൽ എന്ന് പറയുന്നത് ന്യൂനമർദ്ദമാണ് കേട്ടോ. എൽ എന്ന് പറയുന്നത് ലോ പ്രഷർ ഏരിയ ആണെന്ന് മനസ്സിലാക്കി വെക്കുക. അത് ഗ്ലോബൽ ഡിസ്ട്രിബ്യൂഷൻ ഓഫ് പ്രഷറാണ്, ആഗോള മർദ്ദവിതരണമാണ്. എല്ലാ സ്ഥലത്തും സൂര്യൻ്റെ ചൂടിൻ്റെ വ്യത്യാസത്തിനനുസരിച്ച് ഇങ്ങനെ വ്യത്യാസം ഉണ്ട് എന്ന് മനസ്സിലാക്കി വെച്ചോളുക. ആസ് വി നോ ടെമ്പറേച്ചർ ഈസ് ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ടു പ്രഷർ. നമ്മൾ പറഞ്ഞു താപനിലയും നമ്മുടെ പ്രഷറും തമ്മിൽ എന്താണ്, അന്തരീക്ഷമർദ്ദവും തമ്മിൽ ഇൻവേഴ്സ് റിലേഷനാണ്, വിപരീത അനുപാതമാണ്. എന്ന് വെച്ചാൽ ഒന്നും കൂടുമ്പോൾ ടെമ്പറേച്ചർ കൂടുകയാണെങ്കിൽ പ്രഷർ കുറയും, ടെമ്പറേച്ചർ കുറയുകയാണെങ്കിൽ പ്രഷർ കൂടും. അങ്ങനെ ദസ് ദ ലോവസ്റ്റ് അറ്റ്മോസ്ഫിയറിക് പ്രഷർ മൈറ്റ് ബി എക്സ്പീരിയൻസ് ഇൻ ദ ഇക്വറ്റോറിയൽ റീജിയൻ ആൻഡ് ദ ഹയസ്റ്റ് മൈറ്റ് ബി ഇൻ ദ പോളാർ റീജിയൻ. അപ്പോൾ അത് വെച്ചിട്ട് നോക്കുകയാണെങ്കിൽ ഏറ്റവും കുറഞ്ഞ അറ്റ്മോസ്ഫിയറിക് പ്രഷർ എവിടെയാണ് എക്സ്പീരിയൻസ് ചെയ്യുന്നത്? ഇക്വറ്റോറിയൽ റീജിയനിലാണ്. ഏറ്റവും കുറഞ്ഞ അന്തരീക്ഷമർദ്ദം അനുഭവപ്പെടുന്ന പ്രദേശം എന്ന് പറയുന്നത് ഭൂമധ്യരേഖ പ്രദേശങ്ങളിലാണ്. ഏറ്റവും കൂടുതൽ അനുഭവപ്പെടുന്ന എവിടെയാണ്? ധ്രുവ പ്രദേശങ്ങളിലുമാണ്. എന്താണ്? ഹയസ്റ്റ് മൈറ്റ് ബി ഇൻ ദ പോളാർ റീജിയൻസ്. ധ്രുവ പ്രദേശങ്ങളിലാണ് ഏറ്റവും കൂടിയ മർദ്ദം രേഖപ്പെടുത്തുന്നത്. ഏറ്റവും കുറഞ്ഞ മർദ്ദം എവിടെയാണ്? ഭൂമധ്യരേഖ പ്രദേശങ്ങളിലുമാണ്. ദ പ്രഷർ ഷുഡ് ദെയർഫോർ ഇൻക്രീസസ് ഫ്രം ദ ഇക്വേറ്റർ ടുവേഴ്സ് ദ പോൾസ്, ബട്ട് ആക്ച്വലി ദിസ് ഈസ് നോട്ട് the case. Distinct pressure condition prevails at a certain specific zones due to the influence of the rotation of the earth. Different pressure belts are formed along the certain specific latitudinal zones. These are called global pressure belts. അപ്പോൾ അവിടെ പറയുന്നത് എന്താണെന്ന് ചോദിച്ചാൽ, നമ്മൾ പറഞ്ഞു ഏറ്റവും കുറവ് മർദ്ദം അനുഭവപ്പെടുന്ന ഭൂമധ്യരേഖ പ്രദേശത്താണെന്ന് പറഞ്ഞു. അവിടെ നിന്ന് ധ്രുവപ്രദേശങ്ങളിലേക്ക് പോകുന്തോറും മർദ്ദം കൂടിക്കൂടി വരുന്ന കാര്യവും പറഞ്ഞു. അപ്പോൾ അതായത് എന്താണ്, മധ്യരേഖയിൽ നിന്നും ധ്രുവപ്രദേശങ്ങൾക്ക് അഭിമുഖമായിട്ട് പോകുന്തോറും മർദ്ദം ക്രമേണ കൂടി വരേണ്ടതാണ്. എന്നാൽ ചില ഏരിയകളിൽ എന്താണ് സംഭവിക്കുന്നത്? അവിടെ മർദ്ദം കുറയുന്നൊരവസ്ഥ. എന്ന് വെച്ചാൽ ചൂട് കൂടുതൽ ഭൂമധ്യരേഖ പ്രദേശത്താണ്. ഭൂമധ്യരേഖയിൽ നിന്ന് നമ്മൾ രണ്ട് ധ്രുവങ്ങളിലേക്കും, നോർത്തിലും സൗത്തിലുമുള്ള, അതായത് നോർത്തേൺ പാർട്ടിലും സദേൺ പാർട്ടിലുള്ള രണ്ട് ധ്രുവങ്ങളിലേക്കും പോകുമ്പോൾ ഈ ചൂട് കുറഞ്ഞാണ് വരുന്നത്. അപ്പോൾ സ്വാഭാവികമായിട്ട് അവിടെ എന്താ സംഭവിക്കേണ്ടത്? അവിടെ നമുക്ക് ഹൈ പ്രഷർ ബെൽറ്റ്, അതായത് ഉച്ചമർദ്ദ മേഖലകളാണ് ഉണ്ടാകേണ്ടത്. പക്ഷെ ചില സ്ഥലങ്ങളിൽ നമ്മൾ ചെല്ലുമ്പോൾ എന്താ സംഭവിക്കുന്നത്? അവിടെ ന്യൂനമർദ്ദമാണ് രൂപം കൊള്ളുന്നതെന്ന് മനസ്സിലാക്കി വെക്കുക. അതിന് കാരണം എന്താണ്? ഭൂമിയുടെ ഭ്രമണം, റൊട്ടേഷൻ ഓഫ് ദ എർത്ത് കാരണമാണ് അങ്ങനെ വരുന്നതെന്നും മനസ്സിലാക്കി വെക്കുക. അപ്പോൾ ചില പ്രത്യേക അക്ഷാംശ മേഖലകൾ കേന്ദ്രീകരിച്ച് പ്രത്യേക മർദ്ദ മേഖലകൾ രൂപപ്പെടുന്നു എന്ന കാര്യവും നമ്മുടെ മനസ്സിലേക്ക് വരണം. അപ്പോൾ അങ്ങനെയുള്ള അതിനെ നമ്മൾ എന്തെന്ന് പറയുന്നത്? ആഗോള മർദ്ദ മേഖലകൾ എന്നാണ്, ഗ്ലോബൽ പ്രഷർ ബെൽറ്റ് എന്നാണ് നമ്മൾ വിളിക്കുന്നതെന്ന് മനസ്സിലാക്കി വെക്കുക. ഇനി അടുത്ത് നമുക്ക് നോക്കേണ്ടത് തൊട്ട് അപ്പുറത്ത് 18ാമത്തെ പേജിൽ ഗ്ലോബൽ പ്രഷർ ബെൽറ്റിനെ കുറിച്ചിട്ടാണ്. അപ്പോൾ അവിടെ ഒരു പിക്ചർ കൊടുത്തിട്ടുണ്ട്. ഒബ്സർവ് ദ ഗിവൺ ഡയഗ്രാം ആൻഡ് ഐഡൻറ്റിഫൈ ദ മേജർ ഗ്ലോബൽ പ്രഷർ ബെൽറ്റ്. ദ എക്സ്പാൻഷൻ ആൻഡ് റൈസിംഗ് അപ്പ് ഓഫ് എയർ ഡ്യൂ ടു ഹൈ ടെമ്പറേച്ചർ പ്രിവെയിലിംഗ് ഇൻ ദ ഇക്വറ്റോറിയൽ റീജിയൻ ഇസ് എ കോസ് ഫോർ ദ ഫോർമേഷൻ ഓഫ് ഇക്വറ്റോറിയൽ ലോ പ്രഷർ ബെൽറ്റ്. ആ മിഡിലായിട്ട് കൊടുത്തിരിക്കുന്നതാണ് ഇക്വറ്റോറിയൽ ലോ പ്രഷർ ബെൽറ്റ്. This zone of vertical air currents is devoid of winds. Being the windless zone, this pressure belt is called doldrums. അപ്പോൾ ആ ഒരു ഏരിയ, അപ്പോൾ ആഗോള മർദ്ദ മേഖലയെ പറ്റിയിട്ടാണ് നമ്മളിനി മനസ്സിലാക്കാൻ പോകുന്നത്. അതിൽ ആ പിക്ചറിൽ നമുക്ക് നോക്കുമ്പം മധ്യത്തായത്, അതായത് 0 ഡിഗ്രിയിൽ കൊടുത്തിട്ടുണ്ട് ഇക്വറ്റോറിയൽ ലോ പ്രഷർ ബെൽറ്റ്. പിന്നെ അതിന് തൊട്ട് മുകളിൽ 30 ഡിഗ്രി നോർത്തും സൗത്തും ഉണ്ട്, അത് സബ് ട്രോപ്പിക്കൽ ഹൈ പ്രഷർ ബെൽറ്റാണ്. അതിന് നേരെ മുകളിൽ 60 ഡിഗ്രി നോർത്തും 60 ഡിഗ്രി സൗത്തും കൊടുത്തിട്ടുണ്ട്, അത് സബ് പോളാർ ലോ പ്രഷർ ബെൽറ്റ് രണ്ട് സ്ഥലങ്ങളിലും. പിന്നെ 90 ഡിഗ്രി വരുന്നുണ്ട്, 90 ഡിഗ്രി പോളാർ ഹൈ പ്രഷർ ബെൽറ്റാണ് രണ്ട് സ്ഥലങ്ങളിലും വരുന്നത്. അതിൽ ആദ്യത്തെ 0 ഡിഗ്രി നമ്മൾ നോക്കുകയാണ് ഇക്വറ്റോറിയൽ ലോ പ്രഷർ ബെൽറ്റ്, അതായത് മധ്യരേഖ ന്യൂനമർദ്ദ മേഖല. അപ്പോൾ അതിൻ്റെ കാര്യം പറഞ്ഞിരിക്കുന്നത് ഭൂമധ്യരേഖാ പ്രദേശമാണ്. അപ്പോൾ ഉയർന്ന താപനില കാരണം വായു ചൂടുപിടിച്ച് വികസിക്കുന്നതാണ് ഭൂമധ്യരേഖ ന്യൂനമർദ്ദ മേഖലയ്ക്ക്. കാരണം നമ്മൾ പറഞ്ഞല്ലോ, ആദ്യം നമ്മൾ പറഞ്ഞ ലോ പ്രഷർ ബെൽറ്റ് എങ്ങനെയാണ് ഉണ്ടാകുന്നത്? അത് സൂര്യൻ്റെ ചൂട് കൊണ്ട് വായു ചൂട് പിടിച്ച് മേൽപോട്ട് വരുന്നു. അപ്പോൾ ആ പ്രദേശത്ത് വായു ഇല്ല. അപ്പോൾ അവിടെ എന്താണ്? ഒരു ലോ പ്രഷർ ബെൽറ്റ് ന്യൂനമർദ്ദ മേഖല രൂപം കൊള്ളുന്നു. അപ്പോൾ ഇവിടെ എന്താണ്? സൂര്യൻ്റെ ചൂട് നല്ല രീതിയിൽ കിട്ടുന്ന സ്ഥലമാണ് ഭൂമധ്യരേഖ പ്രദേശം, ഇക്വറ്റോറിയൽ റീജിയൻ എന്ന് പറയുന്നത്. അപ്പോൾ അവിടുത്തെ വായുവിന് എന്ത് സംഭവിക്കുന്നു? ചൂട് പിടിച്ച് ലംബദിശയിൽ മേൽപോട്ട് ഉയരുന്നു. കേട്ടല്ലോ, ലംബദിശയിൽ മേൽപോട്ട് ഉയരുന്നു. അപ്പോൾ അതുകൊണ്ട് എന്ത് സംഭവിക്കുന്നു? അവിടെ വായു
ഇല്ലാത്തൊരു പ്രതിഭാസം അവിടെ കാരണമാവുന്നു. അവിടെ ഒരു ന്യൂനമർദ്ദ മേഖല, ലോ പ്രഷർ ബെൽറ്റ് രൂപം കൊള്ളുന്നു. അപ്പോൾ ഇത്തരത്തിൽ ലംബദിശയിൽ വായുപ്രവാഹം ഉണ്ടാകുന്ന ഈ മേഖലയിൽ കാറ്റ് വീശുന്നില്ല. കാറ്റുകളില്ലാത്ത മേഖല എന്ന അർത്ഥത്തിൽ ഈ മേഖലയെ നമ്മൾ എന്തെന്ന് വിളിക്കുന്നു? നിർവാത മേഖല എന്ന് വിളിക്കുന്നു. ഡോൾഡ്രംസ് എന്ന പേരിൽ ഈ ഒരു ഏരിയ അറിയപ്പെടുന്നു, ഈ ഒരു സോൺ അറിയപ്പെടുന്നു എന്ന് മനസ്സിലാക്കി വെച്ചോളുക. അപ്പോൾ ഏത് സോണാണ്? ഇക്വറ്റോറിയൽ ലോ പ്രഷർ ബെൽറ്റാണ് അങ്ങനെ അറിയപ്പെടുന്നതെന്ന് മനസ്സിലാക്കി വെക്കുക. മധ്യരേഖ ന്യൂനമർദ്ദ മേഖലയാണ് അങ്ങനെ അറിയപ്പെടുന്നത്. As we know, the atmospheric condition along the poles are just opposite to that of equatorial region. Polar high pressure belts are formed as a result of the contraction and subsidence of cold air. ഇനി നമ്മൾ ഇക്വറ്റോറിയൽ റീജിയണിൽ നിന്ന് അതിന് മുകളിലൊക്കെ 60-ലും 30-ലും 60-ലേക്ക് വിവിധങ്ങളായിട്ടുള്ള സോണുണ്ട്. നമ്മൾ നേരെ 90-ലേക്ക് പോവുകയാണ്. അപ്പോൾ ഇക്വറ്റോറിയൽ റീജിയൻ നമ്മുടെ മനസ്സിൽ വരികയാണ്. അവിടെ ലോ പ്രഷറാണ്. കാരണം സൂര്യൻ്റെ നല്ല ടെമ്പറേച്ചർ കൊണ്ട് അവിടുത്തെ വായു മേൽപോട്ട് ചൂടുപിടിച്ച് ഉയർന്നു പോകുന്നു. അവിടെ ലോ പ്രഷർ ക്രിയേറ്റ് ചെയ്യുന്നു. ഇനി പോളാർ ഹൈ പ്രഷർ ബെൽറ്റ് ഉള്ള സ്ഥലത്ത് എങ്ങനെയാണ്? പോളാർ ഹൈ പ്രഷർ ബെൽറ്റ് എന്ന് പറയുമ്പോൾ ധ്രുവപ്രദേശങ്ങളിൽ അവിടുത്തെ ഒരു കണ്ടീഷൻ എന്ന് പറഞ്ഞാൽ എങ്ങനെയാണ്? മധ്യരേഖയ്ക്ക് വിപരീതമായിട്ടുള്ള സാഹചര്യം. അവിടെ വായു തണുത്ത് സങ്കോചിച്ച് താഴ്ന്നിറങ്ങുന്ന ഒരവസ്ഥയാണ്. അപ്പോൾ അതുകൊണ്ട് അവിടെ ധ്രുവീയ ഉച്ചമർദ്ദ മേഖലകൾ, പോളാർ ഹൈ പ്രഷർ ബെൽറ്റ്സ് ആണ് അവിടെ രൂപം കൊള്ളുന്നത്. പോളാർ ഹൈ പ്രഷർ ബെൽറ്റ്സ് ധ്രുവീയ ഉച്ചമർദ്ദ മേഖലകൾ 90 ഡിഗ്രി നോർത്തിലും സൗത്തിലും ഒക്കെ രൂപം കൊള്ളുന്നു എന്ന് മനസ്സിലാക്കി വെച്ചോ. അപ്പോൾ എങ്ങനെയാണ് പോളാർ ഹൈ പ്രഷർ ബെൽറ്റ് രൂപം കൊള്ളുന്നതിൻ്റെ കാര്യം നമ്മൾ പറഞ്ഞു. ഇനി അടുത്തത്, ദ റൈസിംഗ് വാം എയർ എലോങ് ദ ഇക്വറ്റോറിയൽ റീജിയൻ മൂവ്സ് പോൾവേർഡ്സ് ആസ് അപ്പർ എയർ വിൻഡ്സ് വിച്ച് ഗ്രാജുവലി കൂൾസ് ആൻഡ് subside at about 30 degree north and 30 degree south latitude. This results in the formation of subtropical high pressure belt. അപ്പോൾ നമ്മൾ 30 ഡിഗ്രി നമുക്ക് കാണാനായിട്ട് സാധിക്കും. 0 ഡിഗ്രിക്ക് മുകളിൽ 30 ഡിഗ്രി നോർത്ത് എന്നും 30 ഡിഗ്രി സൗത്ത് എന്നും ആ പിക്ചറിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട്. അവിടെ എന്താണെന്ന് ചോദിച്ചാൽ, അപ്പോൾ നമുക്കറിയാം മധ്യരേഖ, അതായത് ഇക്വറ്റോറിയൽ റീജിയൻസിൽ നിന്ന് ഈ ഉയർന്നു വരുന്ന വായുവില്ലേ, ചൂട് പിടിച്ച് ഉയർന്ന് മുകളിലോട്ട് പോകത്തില്ല വായുവില്ലേ, അത് മുകളിൽ ചെല്ലുമ്പോൾ എന്ത് ചെയ്യും? അത് വികസിച്ച് ധ്രുവപ്രദേശങ്ങൾക്ക് അഭിമുഖമായിട്ട് കാറ്റായി വീശുകയും ക്രമേണ അവിടെ ചെന്നിട്ട് തണുത്ത് അത് ഇങ്ങോട്ട് താഴ്ന്നിറങ്ങും. അത് ഇറങ്ങുന്ന സ്ഥലം എന്ന് പറയുന്നത് ഏതാണ്? 30 ഡിഗ്രി തെക്കും 30 ഡിഗ്രി വടക്കും അക്ഷാംശ മേഖലകളിലാണ്. അപ്പോൾ അതുകൊണ്ട് അവിടെ സബ് ട്രോപ്പിക്കൽ ഹൈ പ്രഷർ ബെൽറ്റ് രൂപം കൊള്ളുന്നു. അതായത് എവിടെ നിന്നാണ് ഈ കാറ്റ് പോകുന്നത്? ഇക്വറ്റോറിയൽ റീജിയനിൽ നിന്നും, മധ്യരേഖ മേഖലയിൽ നിന്നും ഉള്ള അവിടുത്തെ താഴ്ന്ന വിധാനങ്ങളിലെ വായു ചൂടുപിടിച്ച് മേൽപോട്ട് ഉയർന്ന് നേരെ സഞ്ചരിച്ച് ധ്രുവങ്ങൾക്ക് അഭിമുഖമായിട്ട് പോകും. ധ്രുവപ്രദേശങ്ങൾക്ക് അഭിമുഖമായിട്ട് പോകുമ്പോൾ സ്വാഭാവികമായിട്ട് അവിടെ തണുപ്പാണ്. ആ തണുപ്പ് കൊണ്ട് ഈ ചൂട് വായു തണുത്തിട്ട് അത് നേരെ താഴ്ന്നിറങ്ങുന്ന പ്രദേശം. അത് പിന്നെ ധ്രുവപ്രദേശങ്ങളിൽ വായു ഓൾറെഡി തണുത്ത് നിൽക്കുന്നതാണ്, അവിടെ വായുവും ഉണ്ട്. അപ്പം പിന്നെ അവർക്ക് അവിടെ നിൽക്കണ്ട, എന്തായാലും തറവാട്ടിലേക്ക് തന്നെ പോരാന്ന് വിചാരിക്കും. തറവാട് എവിടെയാണ്? മധ്യരേഖാ പ്രദേശം. അങ്ങോട്ട് വരുമ്പോൾ അങ്ങോട്ടായിട്ട് വരുമ്പോൾ ഇവർ വന്ന് നിൽക്കുന്നത് അവിടം വരെ എത്തിയേല. തറവാട്ടിലെത്തുന്നതിന് മുന്നേ കൊച്ചച്ഛൻ്റെ വീട്ടിൽ കയറിയെന്ന് വിചാരിച്ചാൽ മതി. കൊച്ചച്ഛൻ്റെ വീട് എവിടെയാണ്? ഉപോഷ്ണ ഉച്ചമർന്ന മേഖല. അതെവിടെയാണ്? 30 ഡിഗ്രി വടക്കിലുമുണ്ട് തെക്കിലുമുണ്ട്. അത് ഈ കാറ്റ് പോകുന്നത് വടക്കോട്ടും പോകും തെക്കോട്ടും പോകും. 2 പോളാർ റീജിയൻ ഉണ്ടല്ലോ, അത് മനസ്സിലാക്കി വെക്കുക. അപ്പം 30 ഡിഗ്രി തെക്ക് 30 ഡിഗ്രി വടക്ക് അക്ഷാംശ മേഖലകളിൽ താഴ്ന്നിറങ്ങി ഇവിടെ ഉപോഷ്ണ ഉച്ചമർദ്ദ മേഖല, സബ് ട്രോപ്പിക്കൽ ഹൈ പ്രഷർ ബെൽറ്റ് രൂപപ്പെടുന്നു എന്നും മനസ്സിലാക്കി വെച്ചോളുക. ഇനി അതിനുശേഷം, ദ റൈസിംഗ് വാം എയർ അലോങ് ദ ഇക്വറ്റോറിയൽ റീജിയൻ മൂവ്സ് പോൾവേർഡ്സ് അത് നമ്മളിപ്പോൾ പറഞ്ഞു. സബ് ട്രോപ്പിക്കൽ ഹൈ പ്രഷർ ബെൽറ്റ് എങ്ങനെ രൂപം കൊള്ളുന്നു. പിന്നെ അതിനുശേഷം 60 ഡിഗ്രിയിൽ എന്താണ് സംഭവിക്കുന്നതെന്ന് നമുക്ക് നോക്കാം. അറ്റ് അബൌട്ട് 60 ഡിഗ്രി നോർത്ത് ആൻഡ് 60 ഡിഗ്രി സൗത്ത് ലാറ്റിറ്റ്യൂഡ്സ് നോർമലി ഹൈ പ്രഷർ സോൺസ് ഷുഡ് ബി ഫോംഡ് ഡ്യൂ ടു ലോവർ ടെമ്പറേച്ചർ കണ്ടീഷൻ ബട്ട് ഓവിങ് ടു ദ കണ്ടിന്യൂസ് drawing up of air along these regions caused by the influence of the rotation of the earth, subpolar low pressure belts are formed. As the temperature condition vary with the apparent movement of the sun, the global pressure belts are subjected to relative shifts. Global pressure belts may shift to about 5 degree to 10 degree northwards during the summer season and shift southward during the winter season. This shifting of global pressure belts has decisive influence on global climate.
അപ്പോൾ അതിൽ പറഞ്ഞിരിക്കുന്ന കാര്യമെന്ന് പറഞ്ഞാൽ എന്താണ്, അപ്പോൾ ഈ നമ്മൾ 60 ഡിഗ്രി നോർത്തിലും 60 ഡിഗ്രി സൗത്തിലുമായിട്ട് എന്താണ് താപനില കുറവായതിനാൽ ഉച്ചമർദ്ദ സാധ്യതകളാണ്. നമുക്കറിയാം ഇക്വറ്റോറിയൽ റീജിയനിൽ നിന്ന് മുകളിലോട്ട് പോകുമ്പോഴും, അതായത് നോർത്തിലോട്ട് പോകുമ്പോഴും താഴത്തോട്ട് സൗത്തിലോട്ട് പോകുമ്പോഴും താപനില ഗണ്യമായി കുറഞ്ഞു വരുന്നു എന്ന് നമുക്കറിയാം. സൂര്യൻ്റെ പ്രകാശം ചരിഞ്ഞാണ് കിട്ടുന്നത്. അതുകൊണ്ട് അവിടെ എന്താണ് താപനില ഇക്വറ്റോറിയൽ റീജിയനെ അപേക്ഷിച്ചിട്ട് കുറവായിരിക്കും. അപ്പോൾ ഈ 60 ഡിഗ്രി വടക്കും 60 ഡിഗ്രി തെക്കും എങ്ങനെയായിരിക്കും? താപനില കുറവായിട്ടുള്ള സാഹചര്യമായിരിക്കും. പക്ഷേ അവിടെ എന്തിൻ്റെ ഒരു സ്വാധീനം വരുന്നു? ഭൂഭ്രമണത്തിൻ്റെ സ്വാധീനത്താൽ ഈ മേഖലയിൽ വായു വൻതോതിൽ ആകാശത്തേക്ക് ഉയർത്തപ്പെടുന്നു. എന്താണ് ഭൂഭ്രമണം? അതായത് ഭൂമിയുടെ റൊട്ടേഷൻ്റെ ഭാഗമായിട്ട് ഈ പ്രദേശത്തെ വായു എന്ത് ചെയ്യുന്നു? അവിടെ തണുത്തൊരു അന്തരീക്ഷമാണ് ഉള്ളത്. പക്ഷേ ഈ ഭൂമിയുടെ ആ ഭ്രമണം നിമിത്തം എന്താണ് അവിടുത്തെ വായു മുകളിലേക്ക് ഉയർത്തപ്പെടുകയും അവിടെ എന്തൊരു മേഖല ക്രിയേറ്റ് ചെയ്യപ്പെടുന്നു? ലോ പ്രഷർ ബെൽറ്റ്, അതായത് ന്യൂനമർദ്ദ മേഖല. ആ ന്യൂനമർദ്ദ മേഖലയ്ക്ക് പറയുന്നതാണ് സബ് പോളാർ ലോ പ്രഷർ ബെൽറ്റ്, അതായത് ഉപദ്രവീയ ന്യൂനമർദ്ദ മേഖല. അത് ഏതൊക്കെ ഡിഗ്രിയിലാണ് വരുന്നത്? 60 ഡിഗ്രി വടക്കും വരുന്നുണ്ട്, തെക്കും വരുന്നുണ്ടെന്ന് മനസ്സിലാക്കി വയ്ക്കുക. ഇത് പരീക്ഷയ്ക്ക് ഉറപ്പായിട്ടും ചോദിക്കുന്നതാണ്. ആദ്യം മനസ്സിലേക്ക് വരിക ആ ഒരു ഡയഗ്രാം. അതിൽ 0 ഡിഗ്രി 30 ഡിഗ്രി വടക്ക് തെക്ക്, 60 ഡിഗ്രി വടക്ക് തെക്ക്, പിന്നെ 90 ഡിഗ്രി വടക്ക് തെക്ക്. ഇനി നടുക്ക് എന്താണ് വരേണ്ടത്? ഇക്വറ്റോറിയൽ ലോ പ്രഷർ ബെൽറ്റ്. ദെൻ പിന്നെ വരുന്നത് ഇക്വറ്റോറിയൽ എന്ന് പറയുമ്പോൾ മധ്യരേഖ ന്യൂനമർദ്ദ മേഖല. അതിന് മുകളിൽ 30 ഡിഗ്രി വടക്കും 30 ഡിഗ്രി തെക്കുമായിട്ട് സബ് ട്രോപ്പിക്കൽ ഹൈ പ്രഷർ ബെൽറ്റ്. പിന്നെ സബ് പോളാർ ഹൈ പ്രഷർ ബെൽറ്റ് 60 ഡിഗ്രി നോർത്ത് 60 ഡിഗ്രി സൗത്തും, പിന്നെ പോളാർ ഹൈ പ്രഷർ ബെൽറ്റ് 90 ഡിഗ്രിയും 90 ഡിഗ്രി നോർത്തിലും സൗത്തിലായിട്ട്. അത് അത്രയും കാര്യങ്ങളാണ് അതിൽ വരുന്നത്. ഇനി വേറൊരു കാര്യം പറയുന്നുണ്ട്. എന്താണെന്ന് വെച്ചാൽ as the temperature condition vary from the apparent movement of the sun, the global pressure belts are subjected to relative shifts. Global pressure belts may shift to about 5 degree to 10 degree northwards during the summer season and shift southward during the winter season. This shifting of global pressure belts has decisive influence on global climate. അപ്പോൾ ഇവിടെ പറഞ്ഞു വെച്ചിരിക്കുന്ന സൂര്യൻ്റെ അയനം, സൂര്യൻ്റെ മൂവ്മെൻറ്റ് കൊണ്ട് ഈ താപ സാഹചര്യങ്ങളിൽ മാറ്റം വരുമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. അതായത് ഈ ആഗോള മർദ്ദ മേഖല, നമ്മളിപ്പോൾ പറഞ്ഞ ആഗോള മർദ്ദ മേഖലയിലും കുറച്ച് മാറ്റങ്ങളൊക്കെ ഉണ്ടാകുന്നു. അതായത് സമ്മർ സീസണിൽ ഉഷ്ണകാലത്ത് മർദ്ദമേഖലകളിൽ 5 ഡിഗ്രി മുതൽ 10 ഡിഗ്രി വരെ വടക്കോട്ട് നീങ്ങുന്നു. ഇനി വിൻ്റർ സീസണിലാണെങ്കിൽ ഈ 5 ഡിഗ്രി മുതൽ 10 ഡിഗ്രി വരെ എങ്ങോട്ട് നീങ്ങുന്നു? മർദ്ദമേഖലകൾ തെക്കോട്ട് നീങ്ങുന്നു. അങ്ങനെ കാലാവസ്ഥയിൽ ഒരു മാറ്റവും ഉണ്ടാകാനായിട്ട് ഈ ആഗോള മർദ്ദമേഖലകൾ കാരണമാകുന്നു എന്നും കൂടി മനസ്സിലാക്കി വെക്കുക. സൂര്യൻ്റെ മൂവ്മെൻ്റ് എന്ന് പറഞ്ഞില്ലേ, യഥാർത്ഥത്തിൽ സൂര്യൻ്റെ മൂവ്മെൻ്റ് അല്ല അവിടെ വരുന്നത്. ഭൂമിയുടെ ഭ്രമണവും, അതായത് ഭൂമിയുടെ റൊട്ടേഷൻ, റെവല്യൂഷൻ, പിന്നെ ഭൂമിക്ക് ഒരു ചരിവ് കേട്ടല്ലോ, ഒരു ടിൽറ്റ്, ആക്സിസിലുള്ള ടിൽറ്റും ഒക്കെ കാരണമാണ് ഭൂമിയുടെ ചരിവ് എന്നൊക്കെ നമ്മൾ പഠിച്ചിട്ടുണ്ട്. അപ്പോൾ ഈ 3 കാരണങ്ങൾ കൊണ്ടാണ് സൂര്യൻ ചലിക്കുന്നതായിട്ട് നമുക്ക് തോന്നുന്നത് കേട്ടല്ലോ. സൂര്യൻ വടക്കോട്ടും തെക്കോട്ടും ചലിക്കുന്നതായിട്ട് നമുക്ക് തോന്നുന്നത്, ഉത്തരാർദ്ധഗോളത്തിലേക്കും ദക്ഷിണാർദ്ധഗോളത്തിലേക്കും ചലിക്കുന്നതായിട്ട് തോന്നുന്നതിൻ്റെ പ്രധാനപ്പെട്ട കാരണം ഇതാണ്. അതുകൊണ്ട് തന്നെയാണ് ആഗോള മർദ്ദ മേഖലകൾ 5 ഡിഗ്രി മുതൽ 10 ഡിഗ്രി വരെ നോർത്തിലേക്കും സൗത്തിലേക്കും, അതുപോലെ തന്നെ 5 ഡിഗ്രി മുതൽ 10 ഡിഗ്രി വരെ സൗത്തിലേക്കും മാറ്റപ്പെടുന്നതായിട്ട് തോന്നുന്നത്. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ ഞാൻ പറഞ്ഞിട്ടുണ്ട്. ഇതിലേതെങ്കിലും എവിടെയെങ്കിലും ഞാൻ പറഞ്ഞതിൽ നിങ്ങൾക്ക് മനസ്സിലാകാതെ ഉണ്ടോ, അല്ലെങ്കിൽ അപ്പോൾ നിങ്ങൾക്ക് ഇതൊക്കെ മനസ്സിലായെന്ന് പ്രതീക്ഷിക്കുന്നു. എന്തെങ്കിലും ബുദ്ധിമുട്ട് തോന്നുന്നുണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. പിന്നെ സബ്സ്ക്രൈബ് ചെയ്യാത്ത ആൾക്കാർ സബ്സ്ക്രൈബ് ചെയ്യണമെന്ന് ഓർമ്മിപ്പിക്കുകയാണ്. അതുപോലെ നിങ്ങൾക്കിത് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറന്നു പോകില്ല. പിന്നെ കൂട്ടുകാർക്കൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കാനും മറന്നു പോകരുത്.